ഓൺസിങ്ങും വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴത്തേക്കുമാണ് അവിടെ ഹെയ്നും ഫാമിലിയും ഇല്ല എന്ന കാര്യമൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവനും അമ്മയോട് അവരെവിടെ പോയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളാകട്ടെ അവരുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം തന്നെ തട്ടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നമ്മൾ എങ്ങനെയാണ് അവരെ കൂടി നമ്മുടെ കൂടെ താമസിപ്പിക്കുക എന്നായിരുന്നു അമ്മയുടെ മറുപടി. നമ്മൾ അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ അവരുടെ പദ്ധതികൾ എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ അവരെ കൂടെ നിർത്തുകയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്നൊക്കെ ഉണിച്ച് പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഹെയ്ന്റെ ഫാമിലിനെ കൂടെ നിർത്തുവാനായിട്ടല്ല, മറിച്ച് ഹെയ്നെ കൂടെ നിർത്തുവാനായിട്ടാണ് ഉണിച്ചെങ്ങനെ താല്പര്യമെന്ന് അമ്മയ്ക്ക് അല്ലെങ്കിൽ തന്നെ അറിയാമായിരുന്നു. നീ ഹെയ്നെ എന്നേക്കുമായിട്ട് മറന്നു കളയണം. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ഈ വീട്ടിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഇഷ്ടത്തോടെ ഒരു വൈനൊക്കെ കുടിക്കുന്നതെന്ന് അമ്മയും അവനോട് പറയുന്നു. ഓൺസെങ്ങിനെ സ്യോൽഹി വിദേശത്ത് അയക്കുന്നതിന് മുമ്പായിട്ട് അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നും അമ്മയും ഒരുപാട് വേദനയൊക്കെ സഹിച്ചിട്ടാണ് അവനെ പറഞ്ഞയക്കുന്നതെന്നും എല്ലാം സഹിക്കുവാനായിട്ട് അകന്നിരുന്നേ മതിയാക്കൂ എന്നുമൊക്കെ ആയിരുന്നു അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരിക്കൽ പോലും അവൻ എന്തെടുക്കുകയാണ് എന്നോ ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്നോ അമ്മ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കുമാണ് അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കള്ളമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഹെയ്ൻ എന്തെടുക്കുകയായിരിക്കും, ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും, എവിടെയായിരിക്കും അവൾ ഉള്ളതെന്ന ചിന്തയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അങ്ങനെ ഇരിക്കെ അമ്മ പറഞ്ഞതുപോലെ സ്നേഹിക്കുന്ന ഒരാളെ ഒരിക്കലും നമുക്ക് അകത്ത് നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല. അയാളെ കൂടെ നിർത്തുവാനായിട്ടായിരിക്കും നമ്മൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ ഞാനും അവളെ തിരികെ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് പോകുകയാണെന്ന് ഉണിസെങ്ങും അറിയിക്കുന്നു. ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടിന് ശേഷമായിരുന്നു നമ്മൾ ഇത്രയും വലിയൊരു പൊസിഷനിലേക്ക് എത്തിയത്. അങ്ങനെ ഇരിക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇതൊന്നും തന്നെ തകർത്ത് കളയുവാനായിട്ട് തനിക്ക് സാധിക്കുകയില്ല എന്നൊക്കെ സ്യോൽഹി പറയുന്നുണ്ടെങ്കിൽ പോലും സ്യോൽഹിയും അവനേക്കാളും വലുതായിട്ടൊക്കെ ആ ഒരു വീടിനെയും സ്വത്തിനെയും കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനും അമ്മേനേക്കാളും വലുതായിട്ട് മറ്റൊരാളെ കാണിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും അമ്മയ്ക്കും ഒരു സ്ഥാനമുണ്ടായിരിക്കുന്നതല്ല എന്ന് കൂടി അവൻ അറിയിക്കുന്നുണ്ട്. ഹെയ്നും ഫാമിലിയും ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ അറിയുവാനായിട്ട് ഹോട്ടലിലേക്കൊക്കെ ആളുകളെ വിട്ടിരിക്കുകയാണ് ഉൺസിങ്ങും. വീട്ടിൽ വലിയധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു നരകമായിട്ടാണ് അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നരകത്തിലൊന്നും ഇത്രയ്ക്ക് സൗകര്യം ഉണ്ടാക്കുകയില്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞ അച്ഛനും അതിനെ നരകമെന്ന് പറഞ്ഞ് തള്ളിക്കളയുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സൂച്ചോൾ കരയുന്ന ശബ്ദമൊക്കെ അമ്മ കേൾക്കുകയാണ്. സൂച്ചോളും ഇതുവരെ റോയൽ ആയിട്ടുള്ള ബെഡിൽ മാത്രമേ കിടന്നുറങ്ങിയിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് അവൻ നിലത്ത് കിടക്കുന്നത്. അതിന്റെ വിഷമമൊക്കെ ആയിരിക്കും അവൻ ഉണ്ടാക്കുക. പിന്നെ സൂച്ചോളിന് കൊടുത്ത പുതപ്പും വലിയ കട്ടിയൊന്നും ഇല്ലല്ലോ. നമ്മുടെ പുതപ്പ് കുറച്ചുകൂടി കട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതപ്പൊക്കെ അവന് നൽകാമെന്നൊക്കെ അച്ഛന്റെ അടുത്ത് അമ്മ പറയുമ്പോഴത്തേക്കും ഞാൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട ആളാണ്. ഞാൻ ഇതുവരെയായിട്ട് നിലത്ത് കിടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതപ്പൊക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അച്ഛനും ഇരിക്കുന്നു. ബ്യോംചയും ചേട്ടനെ കോളൊക്കെ ചെയ്യുന്നു. ചേട്ടൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചേട്ടനോടും അച്ഛൻ മരിക്കുകയാണെങ്കിൽ പോലും കാണുവാനായിട്ട് വരരുതെന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ബ്യോംചി ആകെ കരയുന്നു. അച്ഛൻ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന സമയത്ത് അച്ഛന്റെ അടുത്തൊക്കെ വഴക്കുണ്ടാക്കിയിട്ടാണല്ലോ ബ്യോംചി പോകുന്നത്. അതിന്റെ വിഷമമൊക്കെ ബ്യോംചിക്കും ഉണ്ടായിരുന്നു. ഞാനാണ് സ്യോൽഹിയുടെ അടുത്ത് ഏറ്റവും മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ സ്യോൽഹിക്ക് എന്റെ അടുത്ത് അത്രയ്ക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരിക്കും. മാത്രമല്ല 10 വർഷം മുമ്പ് അച്ഛൻ സ്യോൽഹിനെ നിയമപരമായിട്ടൊക്കെ വിവാഹം കഴിക്കുവാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഞാനായിരുന്നു അതിനെതിരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെയൊക്കെ ദേഷ്യം കാരണമായിരിക്കും സോൽഹി നമ്മുടെ അടുത്ത് ഇതുപോലത്തെ ഒരു ചതിയൊക്കെ ചെയ്തിട്ടുണ്ടാക്കുക. പണ്ട് മുതലേ സോൽഹിയുടെ അടുത്ത് ഞാൻ നല്ല രീതിയിൽ പെരുമാറുക ആയിരുന്നെങ്കിൽ, അവളെ എന്റെ അമ്മയുടെ സ്ഥാനത്തൊക്കെ കാണുക ആയിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുകയില്ലായിരുന്നു. എല്ലാം ഞാൻ കാരണമാണ് സംഭവിച്ചത്. അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുവാനുള്ള കാരണം പോലും ഞാനാണ്. നമ്മുടെ ഫാമിലിനെ തന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയത് ഞാനാണെന്നൊക്കെ പറഞ്ഞ് വ്യോംചയും കരയുന്നു. വ്യോംചയുടെ കയ്യിലുള്ള മോതിരമൊക്കെ കാണുമ്പോഴത്തേക്കും ഇത് ഞാൻ അവൾക്ക് തിരികെ നൽകിയിട്ടുണ്ടെങ്കിൽ അവൾ എല്ലാ പ്രശ്നവും മറക്കുന്നതായിരിക്കുമോ എന്നൊക്കെ സ്വയം ഓർക്കുകയുമാണ്. അങ്ങനെ ഇരിക്കെ വ്യോംചയുടെ അടുത്ത് ഒരു അമ്മയൊക്കെ വന്നിരുന്നിട്ട് അമ്മയും കയ്യിലുണ്ടായിരുന്ന ടവലൊക്കെ അവളുടെ കണ്ണീരൊക്കെ തൂക്കുവാനായിട്ട് നൽകുന്നു. ഈ ഒരു അമ്മ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കൗൺസിലറുടെ അമ്മയാണ്. നീ എന്തിനാ കരയുന്നേ? നിന്റെ പേരൻസിന് വല്ല അസുഖവുമാണോ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും എന്റെ അച്ഛൻ ആശുപത്രിയിലാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് വ്യോംച വീണ്ടും കരയുന്നു. പേരൻസിന് അസുഖമൊക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലെ സ്വയം വിഷമിക്കുന്നത് സാധാരണയാണ്. അതുകൊണ്ട് തന്നെ നീ എത്ര വേണമെങ്കിലും കരഞ്ഞോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മയും വ്യോംചനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കാണ് കൗൺസിലറും അമ്മേനെ അന്വേഷിച്ചുകൊണ്ട് അതുവഴിയൊക്കെ നടക്കുന്നത്. അമ്മ അത് കണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതുവഴി ഒരു വട്ടനൊക്കെ നടപ്പുണ്ട്. അവനും എന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത്. മോൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാമോ? മോള് എന്റെ മകളാണെന്ന് അയാളുടെ അടുത്ത് പറയാമോ? അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആ വട്ടനും എന്നെ വിട്ടു പോയിക്കോളുമെന്ന് അമ്മ പറയുമ്പോഴത്തേക്കും വ്യോംചയും അതൊക്കെ സമ്മതിക്കുന്നു. കൗൺസിലർ അമ്മേനെ കണ്ട് അമ്മയുടെ അടുത്തേക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും വ്യോംച ഇത് എന്റെ അമ്മയാണെന്ന് പറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇത് എന്റെ അമ്മയാണെന്ന് പറഞ്ഞ് നിന്ന് തർക്കിക്കുമ്പോഴത്തേക്കും കൗൺസിലർക്കും ആ ഒരു ഐഡിയ ഒക്കെ തോന്നുകയാണ്. ഡ്രാമയൊക്കെ തുടങ്ങുവാൻ സമയമായി. ഞാനത് കാണുവാനാണ് അമ്മേനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ എത്തിയതെന്നൊക്കെ അവൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അമ്മയും നേരെ അവന്റെ ഒപ്പം പോകുന്നു.
അങ്ങനെ അവർ രണ്ടും പോകുമ്പോഴത്തേക്കുമാണ് അത് ആ അമ്മയുടെ യഥാർത്ഥത്തിലുള്ള മകനാണെന്നുള്ള കാര്യമൊക്കെ മ്യോം ചെയ്യും മനസ്സിലാക്കുന്നത്. ഇവരുടെ ഒരു ലവ് ട്രാക്ക് ഒക്കെ തുടർന്ന് കാണുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഹെയ്നും നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സോങ്സ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് എനിക്കും ഹ്യുൻവുനും ഒരേ ടേസ്റ്റ് ആണല്ലോ ഉള്ളതെന്നൊക്കെ അവളും ഓർക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഉറങ്ങിയോന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹിമു മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ഹെയ്നു റിപ്ലൈ നൽകുന്നു. അവനും അവന് നാളെ വർക്കുണ്ടെന്നൊക്കെ പറയുകയും പിന്നീട് രണ്ടുപേരും ഒരുപോലെ വർക്കിന് പോകാതിരുന്നാലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷെ രണ്ടുപേരും ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നില്ല. ഹേയനും സോങ്സ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും ആ മ്യൂസിക് പ്ലെയറിലുള്ള സോങ്സിനെ കുറിച്ചൊക്കെ ഹ്യുൻവുവും ചോദിക്കുകയാണ്. അതെല്ലാം തന്നെ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സ് ആണെന്ന് അവൾ പറയുമ്പോഴത്തേക്കും ഹ്യുൻവുവും തനിക്കത് സ്കൂളിൽ നിന്നും കിട്ടിയതാണെന്നും അത് തന്റെ സ്വന്തമല്ല എന്നും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹ്യുൻവു പഠിച്ച സ്കൂളിനെ കുറിച്ചൊക്കെ ഹെയ്ൻ കൂടുതലായിട്ട് ആലോചിക്കുന്നത്. ഹെയ്ൻ അവിടെ നിന്ന് പോയ സമയത്താണ് ഹ്യുൻവു അവിടെ എത്തിയതെന്ന കാര്യമൊക്കെ അവൾക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു റെക്കോർഡർ കുറച്ചുകൂടി നന്നായിട്ട് നോക്കുമ്പോഴത്തേക്കും അവൾക്കും അതിൽ എച്ച് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. അത് തന്നെ ആയിരുന്നു അവളുടെ പഴയ റെക്കോർഡർ എന്ന കാര്യം അവൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. സോളിലെ സ്കൂളിലെ അവളുടെ അവസാന ദിവസം അവൾ ഹ്യുൻവുനെ കണ്ടുമുട്ടിയെന്ന് അവൾക്ക് വിശ്വസിക്കുവാനായി സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹ്യുൻവു ജനിച്ചത് തന്നെ എന്നെ സ്നേഹിക്കുവാനാണോ എന്ന് അവളും സംശയിക്കുന്നു. അവൻ ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോൾ തന്നെ എന്നോട് പ്രണയം തോന്നിക്കാണുമോ? അതുകൊണ്ടായിരിക്കുമോ ഇത്രയും വർഷമായിട്ടും ഇതൊക്കെ അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്? അപ്പോൾ ആ ഒരു പെൺകുട്ടി ഞാനാണെന്ന് അറിയുമ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോകുമല്ലോ എന്നൊക്കെ അവളും ഓർക്കുകയാണ്. എന്നാൽ കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് തന്നെ പറയിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു പെൺകുട്ടി അത്രയ്ക്ക് സുന്ദരിയായിരുന്നു. അതുകൊണ്ടാണോ നീയും ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹ്യുൻവുന് അവൾ വീണ്ടും മെസ്സേജൊക്കെ അയച്ചു ചോദിക്കുന്നു. പക്ഷെ അത് കാണുമ്പോഴത്തേക്കും അവനും ഓടി അവളുടെ റൂമിലേക്കൊക്കെ ചെല്ലുകയാണ്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമല്ലേ, എനിക്കൊന്നും തന്നെ ഓർമ്മയില്ല. ഇത് ആരുടെ കയ്യിൽ നിന്നുമാണ് താഴെ പോയതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് ആണായിരുന്നോ പെണ്ണായിരുന്നോ ടീച്ചറായിരുന്നോ സ്റ്റുഡന്റ് ആയിരുന്നോ എന്തിനേറെ പറയുന്നു അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് ആയിരുന്നോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല എന്നാണ് അവൻ പറയുന്നത്. എങ്കിൽ പോലും അവൻ ഇപ്പോൾ അതെടുത്ത് പെട്ടിക്കകത്തൊക്കെ വെക്കുമ്പോഴത്തേക്കും എന്നാൽ നിനക്കത് കളഞ്ഞുകൂടെ എന്നൊക്കെ അവളും ചോദിക്കുന്നു. ഞാനിത് കളയാനായിട്ടാണ് ഈ ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ടുള്ളത്, ഞാനിത് ഉപയോഗിക്കാറേ ഇല്ല എന്നൊക്കെ അവനും മറുപടി നൽകുന്നു. ഹെയ്ൻ ഒരിക്കലും അവന്റെ അടുത്ത് നിന്നും അങ്ങനെ ഒരു മറുപടി ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു. അവിടുത്തെ ജനലൊക്കെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ജനൽ അടയ്ക്കുവാനായിട്ട് അവൻ പ്രത്യേകമായിട്ട് അവളോട് പറയുന്നു. സൂര്യൻ ഉദിക്കുന്ന ദിക്കാണത്, അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം രാവിലെ തന്നെ അവളുടെ റൂമിലേക്ക് എത്തുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവളും അടച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അടയ്ക്കാതെ തന്നെ കിടന്നുറങ്ങുകയാണ്. രാവിലെ പോകുന്നത് കൊണ്ട് തന്നെ ഹെയ്നെ കാണുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ ആയിരുന്നു അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും ഹെയ്നെ കാണാതെ പോകുവാൻ അവന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നേരെ അവളുടെ റൂമിലും അവൻ എത്തുന്നു. രാവിലെ റൂമിലേക്ക് ഒരുപാട് വെട്ടമൊക്കെ കയറി വരുന്നത് കാണുന്ന ഹ്യുൻവുവും ജനലൊക്കെ അടയ്ക്കുന്നു. പിന്നീട് അവളും ഓക്കെ ആണോ എന്ന് അറിയുവാനായിട്ട് അവളുടെ ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയതിനു ശേഷമാണ് അവനും പോകുന്നത്. അമ്മയും രാവിലെ തന്നെ വീടിന് വെളിയിൽ പോയി പച്ചക്കറിയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് കുക്ക് ചെയ്യുകയാണ്. അതൊക്കെ കാണുമ്പോഴത്തേക്കും ഹേൻ കൂടി അമ്മയെ സഹായിക്കുവാനായിട്ട് എത്തുന്നു. അമ്മയും അവളോട് കുറച്ച് ക്യാരറ്റ് ഒക്കെ മുറിക്കുവാനായിട്ട് പറയുമ്പോഴത്തേക്കും അവൾ ഒരു രീതിയിലൊക്കെ മുറിച്ചു വെക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയല്ല ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അമ്മയും അതൊക്കെ കാണിച്ചു കൊടുക്കുന്നു. വളരെയധികം സ്പീഡിൽ ഷെഫൊക്കെ ചെയ്യുന്ന രീതിയിൽ അമ്മയും ക്യാരറ്റ് ഒക്കെ അരിയുമ്പോഴത്തേക്കും ഹെയ്നും അത് നോക്കി നിൽക്കുകയാണ്. അമ്മ ഭയങ്കര സംഭവം തന്നെ, അമ്മയ്ക്ക് ഇതുപോലെ എന്തൊക്കെ ചെയ്യുവാനായിട്ട് അറിയാമെന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും അമ്മയും മുട്ടയൊക്കെ പൊട്ടിക്കുവാനായിട്ട് അറിയാമെന്ന് പറഞ്ഞ് അതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ സാധാരണ രീതിയിലൊന്നും ആയിരുന്നില്ല അമ്മ അതൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് കാണുന്ന ഹെയ്നും ആകെ ഞെട്ടിയൊക്കെ നിൽക്കുന്നു. ഇതൊക്കെ മോഡേൺ ആർട്ടാണ്, ഇതൊക്കെ ചെയ്യുവാൻ അമ്മേനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവൾ അങ്ങനെ ഹ്യുൻവുന്റെ അമ്മേനെ പുകഴ്ത്തുന്നതെല്ലാം തന്നെ ഹെയ്ന്റെ അമ്മ കാണുകയും അത് ഇഷ്ടപ്പെടാതെ നിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇനി ഇവിടെ നിൽക്കുവാനായിട്ട് പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അമ്മയും ഇപ്പോൾ സഹോദരനെ കോൾ ചെയ്യുകയാണ്. ആദ്യം സഹോദരിയുടെ വില്ലയിലേക്ക് മാറാമെന്നായിരുന്നല്ലോ അമ്മയും വിചാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് അതിനൊന്നും സമ്മതിക്കുന്നില്ല എന്നായിരുന്നു അവളും പറയുന്നത്. അതായത് മീഡിയാസും ആളുകളും ഒക്കെ തന്നെ അവരവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാക്കുമെന്നും അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ആകട്ടെ അവരെ വീട്ടിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും അറിയിക്കുന്നു. ചേച്ചിയും ഇപ്പോൾ ആ ഒരു ചെരുപ്പൊക്കെ നന്നാക്കിക്കൊണ്ട് വന്നിട്ട് ഇതിനിപ്പോൾ ഒരു മണവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമ്മ ആ ചെരുപ്പൊന്നും സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ചെരുപ്പ് ചേച്ചിക്ക് തന്നെ നൽകുന്നു. ചേച്ചിക്കും അത് ഫ്രീ ആയിട്ട് സ്വീകരിക്കുവാൻ മടി ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്റെ ഷോപ്പിലേക്ക് വാ, ഞാൻ നിങ്ങളുടെ മുടിയൊക്കെ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്ത് തരാമെന്നൊക്കെ ചേച്ചിയും പറയുന്നു. ആ ഒരു ചെരുപ്പിന്റെ വിലയുടെ അടുത്തെങ്കിലും മുടിയൊക്കെ കൊണ്ടുപോയി എത്തിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ചേച്ചിയും അമ്മ ഏത് സ്റ്റൈൽ പറഞ്ഞാലും അതൊക്കെ ചെയ്തു തരുവാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കുമാണ് കടയിലേക്ക് സ്ഥിരമായിട്ട് എത്തുന്ന ആ മൂന്ന് സ്ത്രീകൾ എത്തുന്നത്. ഹെയ്നും ഫാമിലിയും തിരിച്ച് നിങ്ങളുടെ അടുത്തേക്കൊക്കെ വന്നു എന്ന് ഞാൻ കേട്ടല്ലോ. എന്തൊരു വീട്ടുകാരാണ് അവർ. എന്തായാലും അവർക്ക് ഇങ്ങനെ തന്നെ വേണം.
പിന്നെ ഹെയിന്റെ അമ്മ വന്ന ആദ്യത്തെ ദിവസം തന്നെ ചാണകത്തിൽ ചവിട്ടിയെന്നും അതുകൊണ്ട് തന്നെ ഒരുപാട് കിടന്ന് കരഞ്ഞു എന്നൊക്കെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഓരോരുത്തരായിട്ട് പറയുന്നു. എന്തായാലും എനിക്കത് നേരിട്ട് കാണുവാനുള്ള ഒരു അവസരമൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ ചിരിക്കുമ്പോഴത്തേക്കും ചേച്ചിയും അവരോട് മിണ്ടാതിരിക്കുവാനായിട്ടൊക്കെ പറയുന്നു. പക്ഷെ അവരും വാ ഒന്നും അടയ്ക്കുന്നുണ്ടായിരുന്നില്ല. നിന്റെ അമ്മ പാവമായതുകൊണ്ടാണ് അവരോട് എല്ലാ കാര്യത്തിനും ക്ഷമിച്ച് അവരെ തിരിച്ച് വീട്ടിലേക്കൊക്കെ കയറ്റിയത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുകയില്ല. എന്തായാലും ആ സ്ത്രീയുടെ മുഖമെങ്കിലും ഒന്ന് കാണുവാനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഒരാൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾ കാണണമെന്ന് പറഞ്ഞ ആ ഒരാൾ ഞാനാണ്. പിന്നെ ഞങ്ങളുടെ സ്വത്തെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതെല്ലാം തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും അതൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാവുന്നതുമാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടൊക്കെ വിട്ടു പോകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ഹെയിന്റെ അമ്മയും അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.